തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ മുടങ്ങി എന്ന് ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് പിന്നീട് വലിയ ചർച്ചയായി, വലിയ വിവാദമായി. അതിനുശേഷം അദ്ദേഹം ആ പഴയ പോസ്റ്റ് പിൻവലിച്ച് പുതിയൊരു പോസ്റ്റ് ഇടുന്നത് കണ്ടു. തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഒരുപാട് മേശകളുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് തനിക്ക് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ എന്തായാലും അന്വേഷണം നടത്തി ഡോക്ടറോട് വിശദീകരണം തേടുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിനാകെ നാണക്കേടുണ്ടാക്കിയാണ് മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഉപകരണങ്ങൾ ലഭ്യമാകാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയ മുടങ്ങിയെന്നും ഉപകരണങ്ങൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്നുമാണ് ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 23 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ ലജ്ജ തോന്നുന്നുവെന്നും ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെച്ചതിന് പിന്നാലെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തന്റെ മകന്റെ പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ മാറ്റിവെക്കേണ്ടി വന്നതിൽ തനിക്ക് ലജ്ജയും നിരാശയുമുണ്ട്. വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാനില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞു. സംഭവം വിവാദമായതോടെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചു. പിന്നീടിട്ട പോസ്റ്റിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് നീതി പുലർത്താൻ തനിക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു. നമുക്ക് ചട്ടങ്ങൾ പാലിച്ച് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ലല്ലോ. നമുക്ക് നേരിലുള്ള നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ചട്ടങ്ങൾക്ക് അത്ര എനിക്ക് പറ്റുള്ളൂ. സംവിധാനത്തെ നാണം കെടുത്താൻ എന്താണ്? സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യൻ്റ് ഓപ്പറേഷൻ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണുള്ളത്? സംഭവത്തിൽ ആരോഗ്യവകുപ്പ് വിശദമായ അന്വേഷണം നടത്തും. ഫേസ്ബുക്ക് പോസ്റ്റ് ദൗർഭാഗ്യകരമാണെന്ന് DME പറഞ്ഞു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് തികച്ചും ദൗർഭാഗ്യകരമാണ്. നമുക്ക് തികച്ചും തെറ്റാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റാണ്. ഇന്നലെ 4 കേസ് ഉണ്ടായിരുന്നു. 4 കേസിൽ 3 കേസ് ചെയ്യുകയും ഇതേ ഉപകരണം വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ കേസ് വന്നപ്പോഴാണ് ഇതിൽ ഡാമേജ് വരുന്നതും ആ ഡാമേജ് വന്നുകൊണ്ടാണ് ഈ കേസ് മാറിപ്പോയത്. ഇതിൻ്റെ ഫെബ്രുവരിയിൽ 3 വാങ്ങിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഡിസംബറിൽ വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ജൂണിൽ വാങ്ങിക്കാനുള്ള ഓർഡറും കൊടുത്തിട്ടുണ്ട്. അടിയന്തര സ്വഭാവമുള്ള ശസ്ത്രക്രിയയല്ല മാറ്റിവെച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വാദം. ഇക്കഴിഞ്ഞ വർഷം 50 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ യൂറോളജി വകുപ്പിന് വാങ്ങി നൽകിയെന്നും വിശദീകരിക്കുന്നു. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് എല്ലാം അറിയാമെന്നും മാസങ്ങൾക്ക് മുമ്പ് പ്രതിസന്ധി മന്ത്രിയെ അറിയിച്ചതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ആരോഗ്യമേഖലയെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന നിലപാടാണ് വകുപ്പിനുള്ളത്. സാമൂഹിക മാധ്യമ പോസ്റ്റ് വഴി ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. യൂറോളജി വിഭാഗത്തിൽ ഗുരുതര പ്രതിസന്ധിയില്ലെന്നും മാറ്റിവെച്ചത് ഒരു ശസ്ത്രക്രിയ മാത്രമാണെന്നുമാണ് വിശദീകരണം. ആരോഗ്യ സംവിധാനത്തെ ഒന്നാകെ അവഹേളിച്ച ഡോക്ടറുടെ നടപടിയിൽ വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.